പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃത്യയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവം പ്രകാരം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ആരാധനയുടെ പ്രഭാത സമയത്തിൽ ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കാതെ വണ്ണം ദൈവത്തെ ആരാധിപ്പാൻ ഒരു സാവകാശം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഹല്ലേലൂയ എത്രയോ ജീവിതങ്ങൾ ഭൂമിയിൽ മാറ്റപ്പെട്ട സ്ഥാനത്ത് ആമേൻ ദൈവം ചെയ്ത ആ ഉപകാരങ്ങൾ നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ ഒരു സാവകാശം കൂടെ നൽകിയതുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ, ആമേ സ്തോത്രം, നമ്മുടെ ശുശ്രൂഷയിൽ, ആമേ ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ദൈവം ഉപകാരങ്ങളും ചെയ്തുകൊണ്ട് അത്ര ഇന്ന് പകൽക്കാലം നാം ദൈവത്തിലായിരിക്കുന്ന അതുകൊണ്ട് ആമേ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഈ ആരാധന ദൈവത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇത് പ്രാധാന്യമായ ദൈവത്തെ നമുക്ക് സേവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവന്റെ വിശുദ്ധ സഭായോഗത്തെ ബഹുമാന യോഗ്യമെന്ന് കണ്ടാൽ അവൻ വാസ്തവമായി അനുഗ്രഹിക്കുന്ന ദൈവിക വാഗ്ദത്ത പ്രകാരം ഈ ദിവസം ദൈവത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയും ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. നാം കടന്നുപോയ ഇടങ്ങൾ, നാം ഹല്ലേലൂയ ആയിരുന്ന ഇടങ്ങളിൽ നമ്മുടെ സ്തോത്രം യാത്രകളിലൊക്കെയും ദൈവം പരിപാലിച്ചില്ല. അതുകൊണ്ട് മഹത്വത്തോടെ ദൈവത്തെ സ്തോത്രം ശക്തമായി മഹത്വപ്പെടുത്തുവാൻ, ദൈവിക നാമത്തിന് സ്തുതി പാടുവാൻ തക്കോണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ വെയിലാറുമ്പോൾ ആദാമിന്റെ അടുക്കിലേക്ക് യഹോവയുടെ അടുക്കൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന കർത്താവ് ഒരു ദിവസം അകന്നിരിക്കുന്ന ആദാമിനെ, തെറ്റിപ്പോയ ആദാമിനെ കാണുവാനിടെ ആദാമേ നീ എവിടെ? സ്തോത്രം. ഹല്ലേലൂയ ഒരു വിളി സ്തോത്രം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ വിടുവിച്ചു, ദൈവം നമ്മെ സഹായിച്ചു. ഈ പകൽക്കാലം ദൈവനാമത്തിനു വേണ്ടി ആരാധനയ്ക്ക് വേണ്ടിയും സ്തുതി സ്തോത്രങ്ങൾ പാടുവാൻ, സങ്കീർത്തനങ്ങൾ ധ്യാനിപ്പാൻ, ദൈവനങ്ങളെ സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഗ്രൂപ്പിലായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥയോടെ നമുക്ക് ആ സമയങ്ങളെ സ്തോത്രം മാറ്റിവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഐശ്വര്യങ്ങൾക്കുമായി സ്തുതി പാടാം. ആലയങ്ങൾ ചിലത് തുറന്നിരിക്കുന്നു, ചിലത് തുറന്നിട്ടില്ല. എവിടെയാണോ 2-3 പേരുടെ നാമത്തിൽ ഐക്യതപ്പെട്ട് കൂടി വന്നാൽ അതിന്റെ നടുവിൽ ഉണ്ട് എന്നത് നമ്മുടെ നാവുകൾ കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ, ഒരു പ്രസംഗം കേൾക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് ദൈവസ്ഥലിൽ വർണ്ണിക്കുവാനിടയാകട്ടെ. സ്തോത്രം. അല്ലെങ്കിൽ സംഗീതം 30-11-12 വാക്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി, എന്റെ രട്ടിനെ അഴിച്ച് നീ സന്തോഷം എടുപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവൾ സാന്തവാക്യം മൗനമായിരിക്കാതെ സ്തുതി പാടേണ്ടത് തന്നെ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അങ്ങനെയെങ്കിൽ നാം മൗനമായി ഇരിക്കാതെ വേണം ദൈവത്തിന് സ്തുതി പാടുവാനാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അനേക അനർത്ഥങ്ങൾ നടന്ന ഇടത്തിൽ, അനേക ജീവിതം മാറ്റപ്പെട്ട ഇടത്തിൽ, രോഗബാധിതരായി തീർന്ന ഇടത്തിൽ ദൈവം നമ്മെ ആരോഗ്യത്തോടെ ബലത്തോടെ സൂക്ഷിച്ചു നിന്ന് മനസ്സിലാക്കി അവന് സ്തുതി പാടുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും സ്നേഹസമ്പന്നമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഒരു പ്രഭാതം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ രക്ഷിച്ചു, പരിപാലിച്ചു, വിടുവിച്ചതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്ത് ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കുമായി ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ ഞങ്ങളായിരിക്കുന്ന ഇടത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും
ദൈവത്തിന്റെ അഭിഷേകവും കൃപയും സ്വർഗം പകരണമേ. ഇന്ന് പകൽ ദൈവിക സാന്നിധ്യത്താൽ അവരെ മറയ്ക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ 400 ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങളുടെ നടുവിലൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കീർത്തനം, സാക്ഷ്യം, പ്രബോധം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അത് അനുഗ്രഹമായ ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഭാവിയിൽ അത് അനുഗ്രഹമായി ആമേ ഹല്ലേലൂയ എല്ലാ വിധത്തിലും അത് ആമേ സ്തോത്രം നന്മയായി തീരുവാൻ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്വർണ്ണ പകൽക്കാല ആരെങ്കിലും രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയത് പൂർണ്ണമായി സ്വർഗ്ഗം അവരെ സൗഖ്യമാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥന സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവരുടെ വിഷയങ്ങൾ അറിയുന്ന കടഭാരത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്നവരെ ഇന്ന് പകൽക്കാല സ്വർഗ്ഗം വിടുവിക്കണമേ. കർത്താവിടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നല്ലോ. കുടുംബ വിഷമങ്ങൾ തകർച്ചയിലായിരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഇന്ന് പകൽക്കാലം പുതിയും ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി വിടുതലായി സ്വർഗ്ഗം തീർക്കും. പക്ഷേ ഹല്ലേലൂയ, ദൂരസഞ്ചാരിതമായിരിക്കുന്ന പലരുമുണ്ട് രാജ്യങ്ങൾ പലയിടങ്ങളിൽ പലവിധ വിഷയങ്ങളായി ഭാരപ്പെടുന്നവരുണ്ട്. ദൈവത്തിൽ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്മകളാൽ ഹല്ലേലൂയ സ്തോത്രം ആമേ ദൈവത്തിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ മേലും ദൈവത്തിന്റെ കൃപയെന്ന് പകൽക്കാലം പകരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ാലും അതിനത്താലും മുദ്രവയ്ക്കും വേണ്ട വിടുതൽ ആശ്വാസം എന്ന് പകൽക്കാലം നൽകും. ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന അനുഗ്രഹമാക്കി സ്വർഗ്ഗം മാറ്റിയിരിക്കുക. സ്തോത്രം. നമ്മുടെ നാമം മാത്രം മഹത്വപ്പെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പ്രഭാതം എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.